കഴിഞ്ഞ ദിവസമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഏറ്റെടുത്ത ആര്യ പാർവതിയുടെ വിവാഹം. ഏറെ നാളത്തെ സൗഹൃദമാണ് ഇപ്പോൾ ആര്യ പാർവതിയെ വിവാഹം കഴിക്കാനായി തന്നെ എത്തിച്ചത്. പ്രേക്ഷകരെല്ലാവരും പക്ഷേ നോക്കിയതും ഏറ്റവും കൂടുതൽ താരത്തിൻ്റെ വിശേഷം ഏറ്റെടുത്തതും അനിയത്തി പാലുവിനെ കാണാൻ തന്നെയാണ്. മണ്ഡപത്തിലൊക്കെ തന്നെയും ആര്യയുടെ അടുത്ത് നിന്ന് മാറാത്ത പാലുവിനെയാണ് എല്ലാവരും കണ്ടത്. ഇനി പാലുവിനെ ഞാൻ എങ്ങനെ കാണാതിരിക്കും എന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആര്യയുടെ ബുദ്ധിമുട്ടും. എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇറങ്ങാൻ നേരം അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ ആര്യ പാലുവിനെ കണ്ടപ്പോൾ വികാരഭരിതയായത് തന്നെയാണ്. എങ്ങനെയാണ് എനിക്കിത് സാധിക്കുക എന്നെനിക്കറിയില്ല, എന്നാലും സാധിച്ചേ മതിയാകൂ, അങ്ങനെ ഞാൻ ചെയ്തേ മതിയാകൂ. പാലു ഇപ്പോൾ വളരുന്ന പ്രായമാണ്, അവൾക്കിതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവളിതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് എപ്പോഴും എൻ്റെ വാർത്തകൾ ഏറ്റെടുക്കാറുള്ളത്. ഇപ്പോഴും അതുതന്നെയാണ് കാണുന്നത് എന്ന് പറയുന്നുണ്ട്. കുറേ വർഷങ്ങളായി തന്നെ പ്രേക്ഷകർക്ക് അറിയാവുന്നൊരു താരം തന്നെയാണ് ആര്യ പാർവതി. സീരിയലുകളുടെ ശ്രദ്ധ നേടിയ നടിയാണ് ആര്യ. നടി മാത്രമല്ല, നർത്തകി കൂടിയാണ്. ആദ്യമായിട്ടൊരു ശ്രീകൃഷ്ണ ജയന്തിയിൽ തന്നെ കൃഷ്ണനായി എത്തിയ വേഷമണിഞ്ഞെത്തിയ ആര്യ വളരെയധികം പ്രശസ്തിയിലേക്ക് എത്തിയിരുന്നു. തൻ്റെ 23-ാം വയസ്സിലാണ് ആര്യ അനുജത്തിക്ക് അമ്മയാകുന്നത്. അനിയത്തി പാലുവിൻ്റെ വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ചെത്താറുണ്ട്. മോഹിനിയാട്ടം നർത്തകിയായ ആര്യ മോഹനം എന്ന നൃത്തവിദ്യാലയവും നടത്തുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം തന്നെ ജോബ് ഓഫറുകൾ വന്നിട്ടും അവയെല്ലാം വേണ്ടെന്ന് വെച്ചാണ് ഏറ്റവും വലിയ സ്വപ്നമായ ആര്യ മോഹനം കെട്ടിപ്പിടിച്ച ആര്യ നിൽക്കുന്നത്. എല്ലാവിധ പിന്തുണയും നൽകി ആര്യയ്ക്കൊപ്പം നിൽക്കുന്നത് അച്ഛൻ ശങ്കറും അമ്മ ദീപ്തിയുമാണ്. വൈക്കത്താണ് ഡാൻസ് സ്റ്റുഡിയോ. അച്ഛൻ ആലുവക്കാരനാണ്, പക്ഷെ അമ്മയുടെ വീട് വൈക്കത്താണ്. അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ് വൈക്കം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥലം സ്റ്റുഡിയോയ്ക്കായി തിരഞ്ഞെടുത്തതും. ചെറുപ്പം മുതൽ എല്ലാ കലകളും അഭ്യസിച്ചിട്ടുള്ള ആര്യ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിരവധി മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന തലങ്ങളിൽ മത്സരിച്ചപ്പോൾ മോഹിനിയാട്ടത്തിനാണ് കൂടുതൽ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളതും അങ്ങനെയാണ് പിന്നീട് മോഹിനിയാട്ടം സ്പെഷ്യലിസ്റ്റായി മാറിയതും എന്ന് തന്നെ പറയാം. നടനും മോഡലുമായ ദിലീപാണ് ആര്യയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്ന ആര്യ കണ്ണീരോടെ പറയുന്ന ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. പാലുവിനെ പിരിഞ്ഞിരിക്കാനാകില്ല എന്ന ആര്യയുടെ മുഖത്ത് തന്നെ കാണാൻ സാധിക്കുന്നു. ആര്യയുടെ മുഖം വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പാലു അത്രമാത്രം പ്രിയങ്കരിയാണ്. എപ്പോഴും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകളിലും പ്രേക്ഷകർ ചോദിക്കുമ്പോഴുമൊക്കെ ആര്യോട് ചോദിക്കാറുള്ളത് പാലുവിനെ കുറിച്ചാണ്. ഇപ്പോഴിതാ ആര്യ പോകുന്ന സമയത്താണെങ്കിലും പാലു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പാലുവിന് വളരെയധികം തന്നെ തൻ്റെ ചേച്ചിയെ എത്രമാത്രം ഇഷ്ടമാണ് എന്ന് നമുക്കറിയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. അതുതന്നെയാണ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം. പാലുവിന് എത്രമാത്രമാണ് ആര്യയോടുള്ള ഇഷ്ടമെന്ന് പ്രേക്ഷകർക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ആര്യ പോയി കഴിഞ്ഞാൽ പാലുവിന് എന്തുമാത്രം വിഷമം ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ ഊഹിക്കുന്നതെന്നും പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.